കംഫർട്ട് സോൺ ഈസ് യുവർ എനിമി. വളർച്ചയെ തടയുന്ന സുരക്ഷിതത്വം. കംഫർട്ട് സോൺ എന്ന വാക്ക് പലർക്കും നെഗറ്റീവായി തോന്നണമെന്നില്ല. കാരണം അതൊരു ആശ്വാസമുള്ള സ്ഥലമാണ്. നമുക്ക് പരിചിതമായ കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പരീക്ഷിച്ച വഴികൾ, പരാജയ സാധ്യത കുറവുള്ള തീരുമാനങ്ങൾ, ഇവയെല്ലാം നമുക്ക് സുരക്ഷിതമായി തോന്നും. മനസ്സിന് സമാധാനം തരുന്ന ഈ അവസ്ഥയെ നാം സ്വാഭാവികമായി തിരഞ്ഞെടുക്കുന്നു. പക്ഷെ പ്രശ്നം കംഫർട്ട് സോൺ ഉണ്ടാകുന്നതിലല്ല, നമ്മൾ അവിടെ തന്നെ കുടുങ്ങിപ്പോകുന്നതിലാണ്. തുടക്കത്തിൽ അത് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കവചമായിരിക്കാം. പക്ഷേ കാലക്രമേണ അതേ കവചം തന്നെ നമ്മളെ വളരാൻ അനുവദിക്കാത്ത ഒരു തടസ്സമായി മാറുന്നു. കംഫർട്ട് സോൺ നമ്മളോട് ഒരുപാട് വാഗ്ദാനം ചെയ്യും. ഇവിടെ സുരക്ഷിതമാണ്, ഇവിടെ നിന്നാൽ നിനക്ക് പരാജയമുണ്ടാകില്ല, ഇവിടെ നിന്നാൽ ആരും നിന്നെ വിമർശിക്കില്ല. ഈ വാഗ്ദാനങ്ങൾ ആകർഷകമാണ്, കാരണം മനുഷ്യ മനസ്സ് അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രോഗ്രാം ചെയ്തതാണ്. പരാജയ ഭയം, വിമർശിക്കപ്പെടുമോ എന്ന പേടി, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണും എന്ന ആശങ്ക, ഇതെല്ലാം നമ്മളെ കംഫർട്ട് സോണിൽ പിടിച്ചിരുത്തുന്നു. പുതിയൊരു സ്കിൽ പഠിക്കാൻ മടിക്കുന്ന വിദ്യാർത്ഥിയും, സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ മടിക്കുന്ന യുവാവും, പുതിയ ആശയം പരീക്ഷിക്കാത്ത ഒരു ക്രിയേറ്ററും, ഇവർ എല്ലാവരും അലസരല്ല, അവർ ഭയത്തോട് പ്രതികരിക്കുകയാണ്. കംഫർട്ട് സോണിൽ നിന്നാൽ നിങ്ങൾ വളരില്ല. സുരക്ഷയുണ്ടാകും, പക്ഷേ പുരോഗതിയില്ല. സ്ഥിരത ഉണ്ടാകും, പക്ഷേ മുന്നേറ്റമില്ല. ഈ നിശ്ചലതയെ നമ്മൾ പതുക്കെ ജീവിതത്തിന്റെ സാധാരണ അവസ്ഥയായി അംഗീകരിക്കുമ്പോഴാണ് വർഷങ്ങൾ ഒന്നും ചെയ്യാതെ നമ്മളെ കടന്നുപോകുന്നത്. വളർച്ച ഒരിക്കലും പൂർണ്ണ ആശ്വാസത്തിന്റെ നടുവിൽ ആരംഭിക്കില്ല. അത് തുടങ്ങുന്നത് അല്പം അസ്വസ്ഥതയുള്ള സ്ഥലത്തായിരിക്കും. ആദ്യം സംശയമുണ്ടാകും, പിന്നെ പേടി, ചിലപ്പോൾ പരാജയം. പക്ഷേ അതിനൊപ്പം തന്നെ പുതിയ കഴിവുകളും പുതിയ ആത്മവിശ്വാസവും ഉണ്ടാകും. ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ തോന്നുന്ന അസ്വസ്ഥത, ഒരു പുതിയ വേദിയിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക, ഒരു പുതിയ തീരുമാനമെടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന അശാന്തി, ഇതൊക്കെയാണ് വളർച്ചയുടെ ആദ്യ ലക്ഷണങ്ങൾ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ ചെറിയ ചുവടും നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം മാറണമെന്നില്ല. പക്ഷേ ഓരോ ദിവസവും കംഫർട്ട് സോണിന്റെ അതിരിൽ നിന്ന് ഒരു ചെറിയ ചുവട് പുറത്തേക്ക് വെക്കുക. ഈ ചെറിയ ചുവടുകൾ ഒന്നിച്ചു ചേർന്നാൽ ഒരാൾ പിന്നെ പഴയ പോലെ ആയിരിക്കില്ല. മാറ്റം ശബ്ദമില്ലാതെ സംഭവിക്കും. ഒരു ദിവസം പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ എവിടെ നിന്നാണ് ഇവിടെ എത്തിയത് എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെടും. കംഫർട്ട് സോൺ വിടുക എന്നത് എല്ലാം ഉപേക്ഷിച്ച് ഉത്തരവാദിത്തമില്ലാത്ത റിസ്കുകൾ എടുക്കുക എന്നല്ല. ഇതൊരു ബോധപൂർവമായ തീരുമാനമാണ്. വളർച്ചയ്ക്കായി അല്പം അസൗകര്യം സ്വീകരിക്കുക എന്ന തീരുമാനം. ഇവിടെ ധൈര്യം എന്നത് ഭയം ഇല്ലാത്ത അവസ്ഥയല്ല, ഭയമുണ്ടായിട്ടും മുന്നോട്ട് തന്നെ നീങ്ങാനുള്ള തീരുമാനമാണ്. കംഫർട്ട് സോൺ വിടുന്ന ഓരോ തവണയും നമ്മൾ നമ്മുടെ തന്നെ പരിധികളെ അല്പം വികസിപ്പിക്കുന്നു. കംഫർട്ട് സോൺ നിങ്ങളെ സംരക്ഷിക്കും, പക്ഷേ അതിനപ്പുറമാണ് നമ്മുടെ യഥാർത്ഥ സാധ്യതകൾ.